മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നാളെ നടക്കുന്ന ICSE 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ICSE പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിൻ്റെതാണ്. 3 മണിക്കൂറാണ് അതിന്റെ എഴുതാനുള്ള സമയം. 2 സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്, എയും ബിയും. അപ്പൊ എ സെക്ഷനിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടി വരും. 3 മണിക്കൂർ സമയം നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ടാസ്ക്. അപ്പൊ ആ 3 മണിക്കൂർ സമയം എഴുതേണ്ട ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ടൈമും കൂടെ നിങ്ങൾ ഇതിനകത്ത് കണ്ടെത്തുക. 3 മണിക്കൂർ തന്നെ വേണം എന്നില്ല, അതിനു മുമ്പ് എഴുതി തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സമയത്തെക്കുറിച്ചുള്ള ഒരു സമയം കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നമൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് കൊടുത്തിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഏകദേശം 250 വാക്കിൽ ഒരു ഉപന്യാസം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പാരഗ്രാഫ് തിരിച്ചെഴുതാൻ ശ്രദ്ധിക്കണം. അതിനൊരു ഇൻട്രഡക്ഷൻ വേണം. നമുക്ക് തന്നിരിക്കുന്ന കണ്ടന്റിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ, പിന്നെ ആ കണ്ടന്റ് തന്നിരിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ കണ്ടന്റ് വരുന്ന രീതിയിൽ അതിന്റെ മിഡിൽ പോർഷൻ, പിന്നെ അതിന്റെ അവസാനത്തെ പാരഗ്രാഫ് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് വരണം. ഏതാണ്ട് ഒരു 5 ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഈ 5 ചോദ്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിൽ ഏറ്റവും നമുക്ക് എഴുതാൻ പറ്റുന്നത് ഒരെണ്ണം ഉണ്ടാവും. നമുക്ക് ഏറ്റവും കംഫർട്ടായ ഒരു ചോദ്യം അതിനകത്ത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, മദ്യവും മയക്കുമരുന്നും യുവാക്കളിൽ ചെലുത്തുന്ന സ്വാധീനം, വിദ്യാർത്ഥികളിലും രാഷ്ട്ര പുരോഗതി. ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ഇതിന്റെ എസ്സേസ് എഴുതിയിട്ടുണ്ടാവും. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന ചൊല്ലിനെ ആസ്പദമാക്കി ഒരുമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുക, വിവരിക്കുക. വരും വരായികകൾ ചിന്തിച്ചേ ചാടാവൂ കാര്യമേതിലും. ഈ ചൊല്ലിനെ ആസ്പദമാക്കി സ്വതന്ത്ര ഒരു കഥ എഴുതുക. അപ്പൊ നമുക്ക് കുറച്ച് എഴുതാൻ കഴിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊരു കഥയായിട്ട് എഴുതാം. കാരണം നമ്മൾ എഴുതുന്ന കഥയില് വരും വരായികകൾ ചിന്തിച്ചതിന് ശേഷമേ എടുത്ത് ചാടാവൂ, അല്ലേ? ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതുമായിട്ടൊക്കെ ഇത് ബന്ധപ്പെടുത്തി ഈ സ്വതന്ത്ര കഥ എഴുതുക എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ മാത്രം ഉള്ളിലെ ആശയങ്ങളാണ് വരുന്നത്. അതിനകത്ത് തെറ്റ് ഏത് ശരി ഏതെന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ കഥ എഴുതുക, കുറച്ച് എഴുതാൻ കഴിയുന്നവർ ആ ചോദ്യം സെലക്ട് ചെയ്യാം. പിന്നെ വിദ്യാർത്ഥികളെ രാഷ്ട്ര പുരോഗതിയെ കുറിച്ച് എഴുതാൻ പറ്റുന്നവർക്ക് അത് എഴുതാം. ഇനി വരുന്നത് 5ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തെ ആസ്പദമാക്കി ഒരു ലേഖനമോ വിവരണമോ തയ്യാറാക്കുക. ഇതെല്ലാം ഏതാണ്ട് 250 വാക്കുകൾ വരുന്ന ഏതാണ്ട് 2-2.5 പേജിൽ വരുന്നത് ആണ് എഴുതേണ്ടത്. അപ്പൊ ഇത് ഈ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് അറിയാലോ, ചിത്രം ക്ലീനിങ്ങിനെ കുറിച്ചാണ്. ശുചിത്വ പരിപാലനം നാടിന്റെ പുരോഗതിക്ക് ആവശ്യം എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. നമ്മൾ കാണുന്ന ചിത്രത്തിൽ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വിദ്യാലയങ്ങളിൽ ചെയ്യാം, നമ്മുടെ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ചെയ്യാം. അപ്പൊ അതൊക്കെ ഈ വൃത്തിയാക്കൽ, നമ്മുടെ പരിസരവും വീടും പരിസരവും വൃത്തിയായിരിക്കുന്ന പോലെ നമ്മുടെ സമൂഹ പരിസരവും കൂടെ വൃത്തിയായിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പൊ അത് ചെയ്യുന്ന സ്ഥിരം ജോലിക്കാരെ അത് ഏൽപ്പിക്കാതെ നമുക്ക് എല്ലാവർക്കും അത് ഒത്തൊരുമയോടെ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വിവരണം കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ അത് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. താഴെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഏകദേശം 120 വാക്കുകളിൽ എഴുതുക എന്നുള്ളതാണ്. 7 മാർക്കാണ്. അപ്പൊ ആദ്യത്തെ 250 വാക്കാണ്, അതിന് 15 മാർക്ക്. രണ്ടാമത്തെ സെറ്റ് 7 മാർക്കിന്റെയാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ, അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ തളർന്നുപോയ സുഹൃത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക. ഈ കത്തെഴുതുക എന്നുള്ളതാണ്. അവന് അപ്രതീക്ഷിതമായ ഒരു ദുരന്തം സംഭവിച്ചു, അതൊരു ആക്സിഡന്റ് ആവാം. അപ്പൊ അവനെ ആശ്വസിപ്പിക്കുന്ന കത്ത്. അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ NSS യൂണിറ്റ് തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതുക. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ NSS യൂണിറ്റ് തുടങ്ങുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തെഴുതുക. അത് രണ്ടും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് വളരെ പെട്ടെന്ന് മാർക്ക് നേടാവുന്നതാണ്. ഇതൊരു പാരഗ്രാഫ് കൊടുത്തിരിക്കുകയാണ്. ഗദ്യഭാഗം വായിച്ചിട്ട് അതിന്റെ താഴെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് അതിന് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഇനിയുള്ള ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചോദ്യം എഴുതുക. ശരിയായ ഒറ്റപ്പദം എടുത്തെഴുതുക. ജലത്തിൽ ജനിച്ചത് ജലജം ആണ്, കേട്ടോ. അതാണ് അതിന്റെ ശരിയായ ഉത്തരം. ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അതിലെ പശ്ചാത്താപം, അതിന്റെ 3ാമത്തതാണ് ശരിയായ രീതി. ആകാശം എന്ന വാക്കിന് പര്യായമല്ലാത്ത പദങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വിഹായസും ദ്യോവും ആകാശ പര്യായങ്ങളാണ്. വാനം മാനവും ആകാശത്തിന്റെ പര്യായമാണ്. ഗഗനം അമ്പരം, അതും ആകാശത്തിന്റെ പര്യായമാണ്. ബ്രീള ത്രപ, അതാണ് പര്യായമല്ലാത്തത്. തടാകം എന്ന വാക്കിന്റെ പര്യായമായി വരുന്ന പദങ്ങൾ, തടാകം, പൊയ്ക, സരസ്, അത് തടാകത്തിന്റെ പര്യായമാണ്. നിമ്നക, തടിനി, അതും തടാകത്തിന്റെ പര്യായമാണ്. ഇനി തടാകത്തിന്റെ പര്യായമല്ലാത്തത് ഹിമം, തുഷാര, അത് മഞ്ഞാണ്. അതുപോലെ ആഴി, സാഗര, അത് കടലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തയ്യാറാവുക എന്ന അർത്ഥം വരുന്ന ശൈലിയെ, തയ്യാറാവുക,
അരയും തലയും മുറുക്കുക എന്നുള്ളതാണ് റെഡിയാവുക, തയ്യാറാവുക എന്നുള്ളതിന്റെ ഉത്തരം. ഭഗീരഥ പ്രയത്നം കഠിനമായ പ്രയത്നം എന്നാണ്. കാറ്റിൽ പറത്തുക, നമ്മളത് പറഞ്ഞത് കേട്ടിട്ട് ശ്രദ്ധിക്കാതെ അത് കളയുക, അതിനാണ് കാറ്റിൽ പറത്തുക. ജലരേഖ വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ല, വെള്ളത്തിൽ നമ്മളൊരു വര വരച്ച പിന്നെ അത് കാണാൻ പറ്റില്ലല്ലോ, അതുപോലെ അതങ്ങ് കാണാതായി പോകും. ഇനി ഉചിതമായ ശൈലി ചേർത്ത് വാക്യം പൂരിപ്പിക്കുക എന്നാണ്. കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകിയ വിദ്യാർത്ഥി അധ്യാപകർ എന്ത് ചെയ്തു? മുക്തകണ്ഠം പ്രശംസിച്ചു. അതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. കേളികേട്ട എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ എന്നാണ്. ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇല്ലാതാക്കി കളയുക. ആണിക്കൽ എന്ന് പറഞ്ഞാൽ പ്രധാന വ്യക്തി എന്നാണ് അർത്ഥം. ശരിയായ പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കുക. വിഷം അധികമായാൽ അമൃതും വിഷം, അത് തെറ്റാണ്. രണ്ടാമത്തേത് ശരി, അധികമായാൽ അമൃതും വിഷം. അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ തീർന്നു, സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 3 മണിക്കൂറിൽ നമുക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ വേണ്ട, 1.25 മണിക്കൂർ കൊണ്ട് തന്നെ മാക്സിമം എഴുതി തീർക്കാൻ പറ്റുന്നതാണ് സെക്ഷൻ എ. ഇനിയുള്ളത് സാഹിത്യ സുരഭിയിലെ കഥകളെ കുറിച്ചുള്ള ചോദ്യമാണ്. മുട്ട തിന്ന് മാത്രം ശീലമുള്ള നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഹംക്കെ. കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞ് എന്നുള്ള ശിഹാബ്ദുൽ പൊയ്ത്തുംകടവിന്റെ കഥയുണ്ടല്ലോ. അപ്പൊ ഉമ്മ അത് പറഞ്ഞ് അതാണ് ആരോടാണ്? മകനോട് പറഞ്ഞതാണ്. ഉമ്മ കഥാനായകനെ കോപത്തോടെ നോക്കാൻ കാരണമെന്ത്? അപ്പൊ ഉമ്മയുടെ ഒരു കോഴിയെ കാണാതായില്ലേ? കാണാതായപ്പോ ഈ കഥാനായകൻ വെറുതെ പറഞ്ഞു, ഉമ്മാന്റെ ആമിന എന്ന കോഴിയെ ഇപ്പൊ പേരില്ലാത്ത കുറുക്കൻ കല്യാണം കഴിച്ച് കാണും എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മയുടെ മറുപടിയാണ്, മുട്ട തിന്ന് മാത്രം ശീലമുള്ള നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഹംക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മയുടെ ആത്മകഥ എന്തായിരുന്നു? എന്നാലും എന്റെ ആമിനെ ആ കുറുക്കൻ ഇപ്പൊ എന്ത് ചെയ്യുകയാവും എന്നുള്ളതായിരുന്നു അവരുടെ ആത്മകഥ. ഉമ്മ കഥാനായകനെ കോപത്തോടെ നോക്കി പറഞ്ഞതാണ്, ദേഷ്യപ്പെട്ട് പറഞ്ഞാണ്, മുട്ട മാത്രം തിന്നാൽ ശീലമുള്ള നിനക്കത് മനസ്സിലാകും. ഈ പള്ളിക്കുന്നിനെ കുറിച്ച് പറയുന്നത് എന്താണ്? പള്ളിക്കുന്ന് എന്ന് പറയുന്നത് ഒരു കരുത്തനായ കാട്ടുപോത്ത് കടൽക്കരയിൽ പുറംതിരിഞ്ഞിരിക്കുന്ന പോലെയാണ് പള്ളിക്കുന്ന് എന്ന് പറയുന്ന ആ ഒരു കുന്ന്. ഇപ്പൊ മണ്ണുമാന്തി യന്ത്രം ആക്രമിച്ച് അത് തീരാറായി. അപ്പൊ അതിന്റെ ചരിവിലാണ് ഞങ്ങളുടെ വീട് എന്നാണ് പറയുന്നത്. ഇനി ഉതുപ്പാന്റെ കിണറിലെ ചോദ്യമാണ് അടുത്തത്. അവൻ കഴിയുമട്ടിൽ പണിയെടുക്കും, കിട്ടുന്നതുകൊണ്ട് ഉപജീവിക്കും. ഉതുപ്പാന് ആരുമില്ല. ആ തരുണൻ കരുതും തനിക്ക് ചില ചുമതലകളുണ്ടെന്ന്. അപ്പൊ അവനെ എവിടെയെല്ലാം കാണാമെന്നൊരു ചോദ്യമുണ്ട്. വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, ഭാരമുള്ള ചുവടിന് കീഴിൽ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവൻ എവിടെയെല്ലാം കാണാമെന്ന് അതിനകത്തുണ്ട്. ഉതുപ്പാന്റെ ഹൃദയത്തിനുള്ളിലെ ആവലാതി എന്തെല്ലാമായിരുന്നു? അവൻ എവിടെയെല്ലാം കാണാം? ഹോട്ടലുകളുടെ വാതിൽക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നേക്കാൾ ഭാരമുള്ള ചുവടിന് കീഴിൽ. പട്ടണം ഉറങ്ങിയാൽ അവന് വീടില്ല, പീടിക തിണ്ണയിലാണ് കിടപ്പ്. ഇനി അവന്റെ ഹൃദയത്തിനുള്ള ആവലാതി എന്തായിരുന്നു? മഞ്ഞിൽ വഴിക്കാരോട് അപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കുരുടനെ കുറിച്ചുള്ള ആവലാതി ഉണ്ടായിരുന്നു അവന്. മഞ്ഞിൽ മരവിച്ചും വെയിലിൽ പൊരിഞ്ഞും മഴയത്ത് നനഞ്ഞും വഴിവക്കിൽ കിടക്കുന്ന കുട്ടികളെ കുറിച്ച് അവന് ചിന്തയുണ്ടായിരുന്നു. ചായക്കടയുടെ മുന്നിൽ ഒരു ചായക്ക് ചെന്നിട്ട് തിളച്ച ചൂടുവെള്ളം തലവഴി ഒഴിക്കപ്പെട്ട ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അവരെ കുറിച്ചും അവൻ മനസ്സിൽ ആവലാതിപ്പെട്ടു. ഇനി അടുത്ത ചോദ്യം, അവൻ ഭൂസ്വത്ത് ഉടമസ്ഥനായത് എങ്ങനെ? അതായത് അവൻ ഈ ജോലികളെല്ലാം ചെയ്ത് കിട്ടുന്നതെല്ലാം സൂക്ഷിച്ചു വെച്ച് അങ്ങനെയാണ് അവൻ ഒരു ഭൂവുടമസ്ഥനായി മാറുന്നത്. കിണർ കുഴിപ്പിക്കാൻ ഉതുപ്പാൻ നടത്തിയ ശ്രമങ്ങൾ വിവരിക്കുക. അപ്പൊ ഇവൻ ഭൂവുടമയായപ്പോൾ കിണർ കുഴിക്കുകയാണ് ചെയ്തത്, പക്ഷെ എല്ലാവരും അവനെ കുറ്റം പറഞ്ഞു. അപ്പൊ കിണർ കുഴിച്ചത് അവന്റെ മടിശീലയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ പണം എല്ലാം തീർന്നു കിണർ കുഴിച്ചപ്പോ. എന്നിട്ട് അവനത് ആ കിണറിന്റെ വക്കൊക്കെ കെട്ടിക്കുകയും ചെയ്തു. കൂലിവേലയ്ക്ക് പോയി കിട്ടുന്ന മിച്ചം കൊണ്ട് 3 ദിവസം കിണർ കിട്ടുന്ന ജോലി നടത്തും. പിന്നെ വീണ്ടും അവൻ കിട്ടുന്ന പൈസ ശേഖരിച്ചു വെച്ചാണ് ആ കിണറിന്റെ പണി പൂർത്തിയാക്കിയത്. ഇനി പ്രകാശം വരുത്തുന്ന പെൺകുട്ടിയിലെ ചോദ്യമാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവൾ എന്റെ അരികിൽ വന്നിരുന്നു. കഥാനായകന്റെ പ്രാർത്ഥന എന്തായിരുന്നു? കുട്ടികള് സിനിമാ തിയേറ്ററിൽ കയറി വന്നപ്പോഴേ ഇയാൾ വിചാരിച്ചതാണ്, ഇവർ എന്റെ അടുക്കലേക്ക് വന്നിരിക്കരുതെന്നായിരുന്നു. പെൺകുട്ടി തിയേറ്ററിലേക്ക് കടന്നു വന്നത് എങ്ങനെ? ഈ കുട്ടി വന്നപ്പോൾ ഇദ്ദേഹം ആഗ്രഹിച്ചെന്താണ്? ഈ കുട്ടികളെ എന്റെ അടുക്കലേക്ക് അയക്കരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ അവസാനം നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർ കെടുത്തും.
ഈ തിയേറ്ററിൽ വേണ്ടത്ര സ്ഥലമുണ്ട്, അവർ വേറെ എവിടെയെങ്കിലും പോയിരിക്കട്ടെ എന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്. അവളിൽ കഥാനായകൻ കണ്ട പ്രത്യേകത എന്തായിരുന്നു? പ്രകാശം വരുത്തുന്ന പെൺകുട്ടിയായിരുന്നു അവള്. വിശുദ്ധിയുടെ കണ്ണാടിയായിരുന്നു ആ മുഖം. അതായിരുന്നു അദ്ദേഹം അവളിൽ കണ്ട പ്രത്യേകത. പിന്നെ അവള് ഒരു കാട്ടുചോല പാറക്കെട്ടിൽ ചെന്ന് ഇരിക്കുന്ന പോലെ എന്നിട്ട് ചിന്നി ചെതറുന്ന പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ചൈതന്യത്തിന്റെ സ്ഫുലിംഗമാണ്, തീപ്പൊരിയാണ് എന്ന്, പ്രകാശത്തിന്റെ തീപ്പൊരിയാണെന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. അവളുടെ പൊട്ടിച്ചിരി, ആ പൊട്ടിച്ചിരി കാട്ടിലെ ഒരു അരുവി ചെന്ന് പാറക്കെട്ടിൽ ഇടിച്ച് ചെതറുന്ന പോലെയാണ്. അതാണ് അവളിലെ ഒരു പ്രകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാൻ കാരണം. ഇനി കവിതകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം, ഭക്തിക്ക് കാരണവും എന്തെന്ന് കേട്ടാൽ നീ ലക്ഷ്മണന. ലക്ഷ്മണോപദേശത്തിലെയാണ്. മുക്തിയെക്കുറിച്ച് ശ്രീരാമൻ പറയുന്നത് എന്തൊക്കെ? ഭക്തി ഉണ്ടാവാൻ കാരണമാകുന്നത് എന്തെല്ലാം? ഈശ്വരഭക്തി ഉണ്ടാകാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭക്തന്മാരുമായിട്ടുള്ള നിത്യമായിട്ടുള്ള ചേർച്ച ഉണ്ടാകണം. പിന്നെ ദൈവത്തെ ആരാധിക്കണം. പൂജനം, വന്ദനം, ഭാവനം ഇതൊക്കെ ചെയ്യണം. പിന്നെ വിപ്രന്മാർക്ക്, ബ്രാഹ്മണർക്ക് ആഹാരം നൽകണം. പിന്നെ ദൈവത്തിന്റെ കഥകൾ പഠിക്കണം. ഗുണനാമങ്ങളെ കീർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഭക്തി ഉണ്ടായി വരൂ. മോക്ഷം ലഭിക്കുന്നത് ഭക്തന് അറിവുണ്ടാകുമ്പോൾ, അവൻ ഈ ലോക മോഹങ്ങൾ വെടിയുമ്പോഴാണ് മോക്ഷം ഉണ്ടാകുന്നത്. മൽഭക്തി കൊണ്ട്, എന്നെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള ഭക്തി കൊണ്ടാണ് കൈവല്യം, മോക്ഷം കൈവരാനുള്ളത്. ഇനിയുള്ള അടുത്ത ചോദ്യം കർമ്മഭൂമിയുടെ പിഞ്ചുകാലാണ്. ഇതിലെ വെള്ളി അലുക്കുകളോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിന്? വെള്ളി അലുക്കുകളോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് കൃഷ്ണന്റെ മുടിക്കെട്ടിങ്ങനെ അഴിഞ്ഞു വീണല്ലോ കൃഷ്ണൻ കാളിയമർദ്ദനം നടത്തുമ്പോൾ. അപ്പൊ അതിന്റെ തുമ്പുകളിൽ, ആ മുടിക്കെട്ടിന്റെ തുമ്പുകളിൽ വെള്ളത്തുള്ളികൾ നിന്ന് ആടുന്നതിനെയാണ് വെള്ളി അലുക്കിട്ടതുപോലെ എന്ന് പറയുന്നത്. പിന്നെ കാളിയൻ കാളന്തിയിട്ട് കുലുക്കിയതെങ്ങനെ? കാട്ടാന കൊച്ചു കുളത്തെ പോലെയാണ് അവൻ കാളന്തിയെ ഇട്ട് കുലുക്കിയത്. വാൽ കൊണ്ട് തല്ലിയും വട്ടത്തിൽ ചുറ്റിയും വാശി കൊണ്ട് കീഴ്മേലായിട്ട് മറിഞ്ഞും ആണ് അവൻ കാളന്തിയിട്ട് കുലുക്കിയത്. കൃഷ്ണൻ കാളിയനോട് എന്തെല്ലാം ചെയ്തു? കാളിയന്റെ പടങ്ങളുടെ മുകളിൽ തന്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് നർത്തനം ചെയ്തു. പാമ്പിന്റെ വാലിൽ പിടിച്ച് അവന്റെ വക്രം വായി പിളർത്തി വായൊക്കെ പിളർത്തി. ഇതൊക്കെയാണ് കൃഷ്ണൻ ചെയ്തത്. കാളിയന്റെ പത്തിപ്പുറത്ത് നിന്ന് കൃഷ്ണൻ നൃത്തം ചെയ്യുന്നത് രംഗം. കുരുന്ന് കാലുകൾ കൊണ്ട് കൃഷ്ണന്റെ കാളിയന്റെ പത്തിയില് ചുവന്ന കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി, അപ്പൊ ചവിട്ടുന്ന സമയത്ത് കൃഷ്ണന്റെ കാലിലെ തങ്കച്ചിലങ്ക കിലുങ്ങുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണന്റെ മുടിക്കെട്ട് അഴിഞ്ഞു വീണതിലെ വെള്ളത്തുള്ളികളാണ് വെള്ളി അലുക്കുകൾ പോലെ കാണപ്പെട്ടത്. ഇനി മാണിക്യ വീണയിലെ ചോദ്യമാണ്. മലയാള ഭാഷയുടെ രമ്യത വർദ്ധിപ്പിക്കുന്ന എന്തല്ല? രമ്യത വർദ്ധിപ്പിക്കുന്ന എന്താണ്? ഈ മധുമാസ വിഭൂതികൾ, ഈ മലയാള ഭാഷയുടെ ഐശ്വര്യമാണ് മലയാള ഭാഷയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത്. ഭാഷാഗാനം കേൾക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? കേരള ഭാഷ കേൾക്കുമ്പോൾ തരിപ്പിന്റെ കൊയ്ത്തുകാലമാണ്. അപ്പോൾ കടലിന്റെ പാളികൾ, അതായത് കടൽ തിരമാലകൾ ഇങ്ങനെ ഇളക്കും. പിന്നെ നാളികേര ധ്രുവം, തെങ്ങിന്റെ ഓലകൾ താളം ആട്ടും, രാഗമായി മാറും. പിന്നെ താലപത്രാന്ത മർമ്മരങ്ങൾ താളമായിട്ട് മാറും. മലയാള ഭാഷയെ കസ്തൂരിയോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഔചിത്യം. കസ്തൂരി ഒരല്പം മതി സുഗന്ധം പരക്കാൻ. അതുപോലെ നമ്മുടെ ഒരു കൈക്കുട വട്ടയിലുള്ളതാണ് കേരളം. അപ്പൊ ഇവിടത്തെ ഭാഷ ലോകം മുഴുവൻ ഇപ്പോൾ പ്രശസ്തമാണ്. അതാണ് അതിനെ ഭാഷയുടെ മലയാള ഭാഷയുമായിട്ട് കസ്തൂരിയെ താരതമ്യപ്പെടുത്തുന്നത്. കാരണം കസ്തൂരി ഒരല്പം മതി ലോകം മുഴുവൻ സുഗന്ധം പരക്കാൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പാഠഭാഗത്തിന്റെ കണ്ടന്റ് നന്നായിട്ട് അറിയാമെങ്കിൽ വളരെ വേഗം ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്.
അപ്പൊ അതിന് നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. പാഠഭാഗങ്ങളുടെ കണ്ടന്റ് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, ചോദ്യോത്തരങ്ങൾ പഠിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിലെ ചോദ്യങ്ങളെല്ലാം സെക്കൻഡ് പാർട്ട് ഫുള്ള് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ട് എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കൂറിന്റെ ആവശ്യമില്ല, 2.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കൃത്യമായി പരീക്ഷ എഴുതി തീരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു അരമണിക്കൂർ എക്സ്ട്രാ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതേണ്ടത് കൃത്യമായി മാർക്ക് ചെയ്ത് അത് എഴുതാനുള്ള ഒരു ശ്രമം നടത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. നല്ല മാർക്കോടെ എല്ലാ കുഞ്ഞുങ്ങളും പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ.